പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 35-36 വാക്യങ്ങളാണ്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ വെല്ലുവിളി നൽകുന്ന ഒരു വചനമാണിത്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നത് എളുപ്പമല്ല, വളരെയധികം ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തിൽ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വചനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവരോട് കരുണ കാണിക്കുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്നാണ് കർത്താവ് നമ്മളോട് ഈ വചനത്തിലൂടെ പറയുന്നത്. ഇത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സ്വന്തം ജീവിതത്തിൽ മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് യേശു പറയുന്നത്. നമുക്ക് കുരിശിൽ യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, യേശു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ചങ്കില് കുന്തം കൊണ്ട് കുത്തിയ ആ ഒരു പടയാളിയുടെ ഒരു കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല. ആ ഒരു കണ്ണിന് കാഴ്ച നൽകിയിട്ടാണ് കർത്താവ് നമ്മളോട് ഈ ഒരു വചനം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ വലിയൊരു മാറ്റം വരുത്താനായിട്ട്, ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുള്ള വലിയ കൃപ ലഭിക്കുവാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.